ഈ കടല വെച്ചിട്ട് കറി മാത്രല്ലടോ വേറെ സംഭവം ഉണ്ടാക്കിയെടുക്കാം. അതാണെങ്കിലേ ഞാൻ ഉച്ചയ്ക്ക് ചോറിനോട് രാത്രി ചപ്പാത്തിയിലൂടെ അത് മാത്രം വെച്ചിട്ടാണോ കഴിച്ചത്. അപ്പോഴിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയും പിന്നെ കുറച്ച് വറ്റൽമുളകും ചെറിയ ജീരകം ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സഡ് ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടേ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒരു സവാള ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് ദാണ്ടെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഒരു കപ്പോളം കടല അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തോടു കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റും. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ നല്ല പൊള്ളി ഒരു ഐറ്റം റെഡി ആവും കേട്ടോ. ഇങ്ങനെ ഇതുവരെയും ഈ രണ്ട് കോമ്പിനേഷനും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കും. പൊള്ളി ഐറ്റം ആണല്ലോ.